കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ആയുധം പോലും എടുക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് CPM. അത് കേരളം പലപ്പോഴും കണ്ടതാണ്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടല്ലേ. ഇന്ന് അക്രമ രാഷ്ട്രീയം CPM വിട്ടുവെന്ന് അവർ അവകാശപ്പെടുമ്പോൾ മറ്റൊരു വഴിയിലൂടെ സഖാക്കന്മാർ ആളുകളെ കൊന്നൊടുക്കുന്നുണ്ട്. നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ്. സൈബർ ആക്രമണമാണ് CPMന്റെ പുതിയ ആയുധം. എതിരാളികളെ ക്രൂരമായി സൈബർ ലോകത്ത് അവരുടെ ഇടത് പ്രൊഫൈലുകൾ വഴി ആക്രമിക്കുകയാണ് CPM ചെയ്യുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ എതിരാളി പാലക്കാട്ട് MLA രാഹുൽ മാങ്കൂട്ടമാണ്. രാഷ്ട്രീയമായി അവസാനിപ്പിക്കാൻ പാലക്കാട്ട് CPM സകല സന്നാഹങ്ങളും ഇറക്കിയപ്പോൾ ഫലം വലിയ തോൽവിയായിരുന്നു. പിന്നാലെ പല ആക്രമണങ്ങളും CPM നടത്തി. എല്ലാത്തിനെയും തകർത്ത രാഹുൽ മാങ്കൂട്ടം ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു മാധ്യമ പ്രവർത്തകയെ ചേർത്ത് സൈബർ ആക്രമണം CPM കടുപ്പിച്ചത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ചില ഫോട്ടോകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മാധ്യമ പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിലാണ് സൈബർ സഖാക്കന്മാർ കഥമെനയുന്നത്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? ന്യൂസ് മലയാളം ചാനലിലെ ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയെയാണ് CPM രൂക്ഷമായി ആക്രമിക്കുന്നത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വ്യക്തിവിരോധം ആയുധമാക്കുന്നു എന്ന് മാത്രം. ഇതിൽ പ്രതിഷേധിച്ച് ലക്ഷ്മി പത്മയ്ക്ക് തന്നെ അവസാനം രംഗത്ത് വരേണ്ടി വന്നു. 2 വർഷം മുൻപ് ഫോർത്ത് എന്ന മലയാളം ചാനലിലെ ഓണപരിപാടിക്കിടെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ എന്നീ കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് ഓണസദ്യ കഴിച്ചിരുന്നു. അതിനൊന്നും ഇല്ലേ? ഈ ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിക്കുകയാണ് സൈബർ സഖാക്കന്മാർ എന്നാണ് ഈ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി.